ആ മുരളി, നീ എന്താ കാണിച്ചേ? ആ ചോദിച്ചാ കേട്ടില്ലേ? അത് അച്ഛാ, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഈ കുട്ടിയുടെ ഷോള് ആഹാരത്തിൽ കിടന്ന് വലിയായിരുന്നു. ഓ, അതെടുത്ത് നേരെ ഇട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? അല്ലേ പുഷ്പം ചേട്ടാ? അതെ അതെ. ഇവന്റെ ഒരു കാര്യം, നിങ്ങളെയൊക്കെ ഈ വീട്ടിലെ അംഗങ്ങളായിട്ട് തന്നെയാ ഇവൻ കാണുന്നത്. അതങ്ങനാണല്ലോ. അതാ സ്വാതന്ത്ര്യം എടുക്കുന്നത്. തെറ്റായി കാണരുത് കേട്ടോ മോളെ. വേഗം വേഗം വാ. വയ്യ, മതിയൊക്കെ ഇനി ഞാൻ. എനിക്ക് വയ്യ പ്രസാദേട്ടാ. അഞ്ജലി, വേദനയുണ്ടോ? സാരമില്ല, രക്തമൊക്കെ നിന്നോളും. നമ്മള് മരിച്ചു പോവാ പ്രസാദേട്ടാ. എന്തിനിപ്പോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? എനിക്ക് അങ്ങനെയൊക്കെ തോന്നുക. ഒന്നെങ്കിൽ ശത്രുക്കളുടെ കൈ കൊണ്ട്, അല്ലെങ്കിൽ ഈ കാട്ടില് ദിക്കറിയാതെ ദിശ അറിയാതെ പട്ടിണി കിടന്ന് ചാവും. ഒന്നുമില്ലടോ, നമ്മൾ ആരോടും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയുള്ളവരെ ഈശ്വരൻ കൈവിടില്ലെന്ന് വിചാരിക്കേ. ഞാൻ തെറ്റ് ചെയ്തില്ലേ? ഒന്നും പ്രസാദേട്ടനോട് തുറന്ന് പറഞ്ഞില്ല എന്ന് പറയുന്ന തെറ്റ് മനഃപൂർവ്വം തന്നെയാ പറയാഞ്ഞത്. അത് വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. എനിക്ക് എന്നേക്കാളും വിശ്വാസം പ്രസാദേട്ടന്. അതുകൊണ്ട് തന്നെ എനിക്ക് നിർബന്ധമുണ്ട്, ഞാൻ കാരണം പ്രസാദേട്ടന് ഒന്നും സംഭവിക്കരുതെന്ന്. നമ്മൾ കാരണം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ച ജീവിതത്തിൽ എന്തെങ്കിലും സമാധാനം കിട്ടുമോ? ഇല്ല. അതാണ് കാര്യം. എന്തിനിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒന്നും സാരമില്ല, താൻ കുറച്ചു നേരം റിലാക്സ് ചെയ്യ്. ഞാൻ മരിച്ചാലും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് പ്രസാദേട്ടന്. മനഃപൂർവ്വം ഉപദ്രവിക്കണമെന്ന് വിചാരിച്ച് ഞാൻ കൂടെ കൂടിയതൊന്നുമല്ല, നിവൃത്തികേട് കൊണ്ടാ. ആരുമില്ലാത്ത 3 കുട്ടികൾക്ക് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് കാരണം. I'm sorry. തനിക്ക് നല്ല ക്ഷീണമുണ്ട്, കൂടുതൽ സംസാരിക്കണ്ട, ജസ്റ്റ് റിലാക്സ്.